ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കൊരു പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നമുക്കൊരു നാടൻ പുളിശ്ശേരി. മാങ്ങന്റെ തൊലിയൊക്കെ ഒന്ന്, പഴുത്ത മാങ്ങന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് നമ്മളൊന്നും വേറെ ഇതിൽ ചേർക്കൂല കേട്ടോ. വെറും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് മാത്രം ചേർത്തിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. എല്ലാരും ഉണ്ടാക്കി നോക്കണേ. നമുക്ക് മാങ്ങന്റെ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മളെ മാങ്ങ എല്ലാം നമ്മൾ തൊലി കളഞ്ഞെടുത്ത് ഇത് ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കട്ടോ. മാങ്ങ ഒന്നിങ്ങനെ വെന്ത് വരട്ടെ. നമ്മൾ നെയ്യാണ് ഇടുന്നത്. കുറച്ച് നെയ്യ് നമുക്ക് ആ മാങ്ങയിൽ നല്ലോണം പെരട്ടിയെടുക്കട്ടോ. നെയ്യ് അതിൽ നല്ലോണം നമ്മൾ പെരട്ടിയെടുക്കട്ടോ. നമുക്ക് കുറച്ച് ഒരു പിടി തേങ്ങ എടുത്തിട്ട് അതിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുന്നു കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ഇതിലേക്ക് കേട്ടോ. വേറെ ഒന്നും ഒരു ജീരകോ വേറെയുള്ള ഒരു സാധനങ്ങളിൽ ഉപയോഗിക്കില്ല കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുത്ത് വരാം കേട്ടോ. ഉപ്പാണ്, ഒരു സ്പൂൺ ഉപ്പ്. അപ്പൊ അതെല്ലാം ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. നമുക്ക് അതിലോട്ട് ശർക്കരപ്പാനിയാണ് കേട്ടോ. അത് അതിലോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതിന് മധുരത്തിന് ആവശ്യമില്ല. ഞാൻ 2 ആണി ശർക്കര ആണ് എടുത്തത്. അതാണ് ഇപ്പോൾ ശർക്കരപ്പാനി ആക്കിയത്. നമ്മൾ അരപ്പാണ് അത് കേട്ടോ. ആ മുളകും തേങ്ങയും മഞ്ഞളും ഉപ്പും കൂട്ടി അരച്ചതാണ്. അത് നമ്മൾ അതിലോട്ട് ഇട്ടത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി തരണം കേട്ടോ. തോന വെള്ളമൊന്നും വേണ്ട, ഒരു കട്ടി മോഡൽ കുറുകിങ്ങോണ്ട് മതി കേട്ടോ. കാരണം നമ്മൾ ഇതിലൊരു വെളിച്ചെണ്ണ, ഓയിൽ ഒന്നും നമ്മൾ തൊടാൻ പാടില്ല. നമ്മൾ നെയ്യിൽ മാത്രമാണ് കേട്ടോ. കുറച്ചൊന്ന് തൈരാണ്. തൈര് അതിലോട്ട് ഒഴിച്ച് ഇനി തിളക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ എന്താ വെച്ചാൽ നെയ്യ് തന്നെ നമ്മൾ വറവിടും കേട്ടോ. ഇതില് വെളിച്ചെണ്ണ, ഓയിലോ ഒന്നും ചേർക്കില്ല. നെയ്യിൽ നമ്മള് വറവിട്ടെടുക്കാം നമുക്ക് കേട്ടോ. 2 സ്പൂണ് നെയ്യിട്ടെടുക്കാം. അപ്പൊ അതിൽ നമുക്ക് ഉലുവയും കടുകും, ഒരു 1/4 സ്പൂൺ ഉലുവ, ഒരു സ്പൂണ് കടുക്, അതിലോട്ട് നമുക്ക് വറ്റൽമുളക്, ഒരു 3-4 വറ്റൽമുളക് മുറിച്ചിട്ട് അതിട്ട് കരിവേപ്പില. ഇത് മാത്രം മതി നമുക്ക്. വേറെ ജീരകം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇതൊന്ന് സഹകരിച്ചാൽ മതി. അപ്പൊ നമ്മളെ പുളിശ്ശേരിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ നെയ്യിലാണ് ഇതൊക്കെ വറവിട്ട് കേട്ടോ. മുളക്, കടുക്, ഉലുവ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.